കഴിഞ്ഞ ദിവസമാണ് വയനാടിനെ ഞെട്ടിച്ച് അതിദാരുണമായ അപകടം ഉണ്ടായത്. റിസോർട്ടിലെ ടെന്റ് തകർന്ന് വിനോദസഞ്ചാരിയായ യുവതിയുടെ ജീവനാണ് നഷ്ടമായത്. മലപ്പുറം നിലമ്പൂർ അകമ്പാടം സ്വദേശി നീഷ്മയാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നീഷ്മ സംഭവസ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് അപകടം നടന്നത്. മേപ്പാടി 900 ഖണ്ഡിയിലാണ് സംഭവം. എമറാൾഡ് റിസോർട്ടിൽ മരത്തടികൾ കൊണ്ടും പുല്ലുകൊണ്ടും നിർമ്മിച്ച ടെന്റ് തകർന്നു വീണാണ് അപകടമുണ്ടായത്. പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ റിസോർട്ടിൽ ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും വ്യക്തമാകുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ്. ഒപ്പമുണ്ടായിരുന്നവർക്ക് ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ലെന്നും ഇതിൽ അസ്വാഭാവികതയുണ്ടെന്നും അമ്മ തുറന്നടിച്ചു. പിന്നാലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്തുകയും നടപടി എടുക്കുകയും ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. നീഷ്മയുടെ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും പോയിട്ട് അവൾക്ക് മാത്രമാണ് അപകടമുണ്ടായത്. അവളുടെ കൂടെയുണ്ടായിരുന്ന ഒരാൾക്ക് പോലും ഒരു പരിക്ക് പോലും ഞാൻ കണ്ടില്ല. ഒരു മഴ പെയ്യുമ്പോഴേക്കും വീഴുന്ന ഹട്ടിന് പെർമിറ്റുണ്ടോ? എൻ്റെ മോൾക്ക് മാത്രം എന്ത് സംഭവിച്ചു? അതിൽ നീതി കിട്ടണം എനിക്ക്. ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് പോയത്. ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകുന്നുവെന്നാണ് അവൾ പറഞ്ഞത്. പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കണം, നീഷ്മയുടെ അമ്മ പറയുന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളെക്കുറിച്ച് അറിയില്ല. മകൾക്ക് എന്തു പറ്റി എന്നറിയണം. ഒപ്പമുള്ളവർ എല്ലാം രക്ഷപ്പെട്ടതിൽ അസ്വാഭാവികതയില്ലേ? സ്വന്തം മകളുടെ വിയോഗത്തിൽ സത്യമറിയാൻ ശ്രമിക്കുകയാണ് അമ്മ ജസീല കണ്ണീരോടെ പറഞ്ഞു. അതേസമയം അറസ്റ്റിലായ റിസോർട്ട് മാനേജർ സ്വച്ഛന്ദ്, സൂപ്പർവൈസർ അനുരാഗ് എന്നിവർ നിലവിൽ റിമാൻഡിലാണ്. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. അതിനിടെ സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രതയിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം. ഇതിനിടെ ഹോം സ്റ്റേകളും റിസോർട്ടുകളുമായി 1000-ഓളം സ്ഥാപനങ്ങൾ ഉണ്ടെന്നാണ് ടൗൺ പ്ലാനർ 3 വർഷം മുമ്പ് നടത്തിയ പരിശോധനയിലെ കണ്ടെത്തൽ. ഇപ്പോൾ കൂടിയിട്ടുണ്ടാകും. അതിൽ എത്ര എണ്ണത്തിന് ലൈസൻസ് ഉണ്ട്, സുരക്ഷാ സംവിധാനങ്ങളുണ്ട് തുടങ്ങിയവ തിരിച്ചറിയണം. സ്പെഷ്യൽ ഡ്രൈവ് നടത്താനാണ് നിലവിൽ തയ്യാറെടുപ്പ്. ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് 2 ആഴ്ചത്തെ സാവകാശമുണ്ട്. അതിനിടയിൽ അനുമതികൾ നേടി പ്രവർത്തനം തുടരാം. മറിച്ചെങ്കിൽ കടുത്ത നടപടിയുണ്ടാകും. ഉരുൾപൊട്ടലിന് പിന്നാലെ നിശ്ചലമായ വിനോദസഞ്ചാര മേഖല സജീവമായി വരുന്നതേയുള്ളൂ. അതിനാൽ ആശ്രയ മേഖലയ്ക്കും സഞ്ചാരികൾക്കും ഒരുപോലെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന രീതിയാണ് പിന്തുടരുന്നതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു.